ക്രിസ്മസ് പുതുവത്സര ഉത്സവ കാലമാണല്ലോ. അപ്പോൾ അതിനായി അത്തരം കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിന് 1404 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ ദിവസം. ഈ നവകേരള സസ്യാത്ര തീരാറാകുന്ന ഘട്ടത്തിൽ ഇതേതാണ്ട് വലിയ മഹാകാര്യം പോലെയാണ് സോഷ്യൽ മീഡിയയിലെ തള്ളുന്നവർ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഈ തള്ളുമ്പോഴേ ഒരു മയത്തിലൊക്കെ തള്ളണം. ചില പത്രങ്ങളും ചാനലുകളും അത് ഏറ്റുപിടിച്ചു. ഏതാണ്ട് വലിയ സംഭവം ചെയ്തിരിക്കുകയാണ്. 1404 കോടി കൊടുത്തല്ലോ. സത്യം എന്താണ്? ഉത്സവകാലത്ത്, ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് കേന്ദ്രം രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് മൊത്തമായി അലോക്കേറ്റ് ചെയ്ത ഏതാണ്ട് ഒരു 75,000-ൽ പരം കോടി രൂപയിൽ നിന്നും കേരളത്തിന് കിട്ടിയൊരു ചെറിയ വിഹിതമാണിത്. അപ്പം തള്ളുമ്പം ഒരു മയത്തിലൊക്കെ തള്ളിയാൽ നല്ലത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഈ തള്ളു കണ്ടതുകൊണ്ട് ചില കണക്കുകൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 7.5 വർഷം, ആദ്യ ഗവൺമെൻറ് 5 വർഷം, രണ്ടാം ഗവൺമെൻറ് 2.5 വർഷം പൂർത്തിയാക്കി. ഈ കാലയളവിൽ കേന്ദ്ര നയം നിലപാട് മൂലം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന വരുമാനത്തിലുണ്ടായ കുറവ്, നഷ്ടം വിവിധ ഇനങ്ങളിലായിട്ട് എത്രയാണെന്നറിയാമല്ലോ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1,07,500 കോടി രൂപ വരും. 1,07,500 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കഴിഞ്ഞ 7.5 വർഷമായിട്ട് കേന്ദ്ര നിലപാട് മൂലം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന വരുമാനത്തിലെ നഷ്ടം. ഈ 1,07,500 കോടി രൂപ ചെറിയ തുകയാണ്. അവിടെയാണ് ഈ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന അണ്ണാൻ പറയുന്നത് പോലെ ഇത്തിരി ഭാരം തോന്നും ഞാൻ നിന്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ. ആനയ്ക്കെന്ത് ഭാരം? അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ 1404 കോടി രൂപ. എവിടെ? 1,07,500 കോടി രൂപ കിട്ടേണ്ടിയെടുത്ത്. ഞങ്ങൾ ചോദിക്കട്ടെ, ന്യായമായിട്ട് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന ഈ സഹായം, വായ്പാ പരിധി വെട്ടിക്കുറച്ചത് മൂലമുള്ള നഷ്ടം, ഗ്രാന്റ് കൃത്യമായിട്ട് തരാത്തത്, ക്ഷേമ പെൻഷന്റെ വിഹിതം കൃത്യമായിട്ട് തരാത്തത്, ഇങ്ങനെ പല കാര്യങ്ങളിലായിട്ട് ഉണ്ടായ ഈ വരുമാന നഷ്ടം ഇത് കിട്ടിയിരുന്നെങ്കിൽ, ഇതിന്റെ പകുതി കിട്ടിയിരുന്നെങ്കിൽ, ഈ 1,07,500 കോടിയുടെ പകുതി കിട്ടിയിരുന്നെങ്കിൽ, 50,000 കോടി കിട്ടിയിരുന്നെങ്കിൽ, പോട്ടെ 25,000 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സംസ്ഥാന സർക്കാരിന്? സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ഉറവിടം എന്താണെന്ന് വ്യക്തമാണല്ലോ. അവിടെയാണ് 1404 കോടി രൂപയുടെ തള്ളുമായിട്ട് വന്നിരിക്കുന്നത്. തള്ളുമ്പം ഒരു മര്യാദ കാണിക്കുക, തള്ളുന്നവരോട്. ഇനി ഇതിനിടയിൽ സംസ്ഥാനം വിഭവ സമാഹരണം നടത്തി. ഇവിടെ നികുതി വരുമാനം കൂടി, റവന്യൂ വരുമാനം കൂടി. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച 14% GDP. രാജ്യത്തും ഇന്ത്യയുടെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അത് 7% പോലും ഇല്ല. അതിൻ്റെ ഇരട്ടി വരുമാന വളർച്ച കേരളത്തിന് കഴിഞ്ഞ ഈ കാലത്തുണ്ടായി. അതിൻ്റെ വരുമാനം കൂടി. പിന്നെ കിഫ്ബി വഴി സ്വരൂപിച്ച പണം, ഇവിടെ തീരദേശ ഹൈവേ, മലയോര ഹൈവേക്ക് തന്നെ 10,000 കോടി രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തീരദേശ ഹൈവേ, ഇതിനൊന്നും കേന്ദ്രത്തിൻ്റെ 5 പൈസ കിട്ടുന്നില്ലല്ലോ. ഇതെല്ലാം ചെയ്തത് കിഫ്ബി മുഖേനയാണ്. കിഫ്ബിയിലൂടെ 83,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 7.5 വർഷത്തിനകത്ത് പൂർത്തിയായതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ദേശീയപാത വികസനം, ബഹുകേമം. ഇപ്പൊ ദേശീയപാത വികസനം നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ കൂടെ ചേർത്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദേശീയപാത വികസനം കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം 2024 അതിന്റെ വികസനങ്ങൾ പൂർത്തിയാകും. അപ്പോൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സുഗമമായ റോഡ് യാത്ര. പറയുന്ന കേട്ടാൽ തോന്നുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് നിർമ്മിക്കുന്നത്. അതെ, അവരാണ് നിർമ്മിക്കുന്നത്, തർക്കമില്ല. പക്ഷെ ഇതിപ്പോൾ നിർമ്മിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? മറ്റൊരു സംസ്ഥാനത്തും പാലിക്കാത്ത നിബന്ധന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിൽ വെച്ചു. അതിന്റെ ഉത്തരവാദി ഉമ്മൻചാണ്ടി സർക്കാരാണ്, മുൻ സർക്കാർ. ദേശീയപാത വികസനം ഏതാണ്ട് അടഞ്ഞ മട്ടായിട്ട് അവര് ഓഫീസും കൂട്ടി ഇവിടുന്ന് സ്ഥലം വിട്ടു. ആ ഒരു കാലം ഉണ്ടായിരുന്നു. അവിടുന്നാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നിട്ട് അവരെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയിട്ട് ചർച്ച ചെയ്തു. അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? ഇപ്പൊ എല്ലാവരും ആ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഭൂമി വില വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്ത് ഭൂമി വില കൂടുന്നത്?
അതും ആ സംസ്ഥാനത്തിന്റെ ഒരു പുരോഗതിയുടെ ഒരു ലക്ഷണമാണ് ലാൻഡ് വാല്യൂ കൂടുന്നത്. അത് കുഴപ്പമല്ലേ? ഒരു ഒരു സംസ്ഥാനത്തെ ലാൻഡ് വാല്യൂ കൂടുന്നത് എന്തോ കുഴപ്പമാണ്. അത് അതിന്റെ വികസനത്തിന്റെ ഒരു അളവുകോലാണ് ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥര് പറ്റില്ല, ഇത്രയും പൈസ നമുക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, കേരള ഗവൺമെന്റ് ചോദിച്ചു, അല്ല നിങ്ങൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഭൂമി നിങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഹൈവേ പണിയല്ലേ, പിന്നെ അതാ കേരളത്തിൽ മാത്രം അത് പറ്റാത്തത്? അല്ല, ഇവിടെ ഇത്രയും വില കൂടുതലില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ അവരിങ്ങോട്ട് നിർദ്ദേശിച്ചു, ഒരു വിഹിതം നിങ്ങൾ വഹിക്കണം, കേരളം വഹിക്കണം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു നിബന്ധന അടിച്ചേൽപ്പിക്കുകയാണ് കേരളത്തെ. കേരളം സമ്മതിച്ചു, കാരണം ദേശീയപാത എന്തായാലും ഉണ്ടാവണമല്ലോ. അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 25% തുക സംസ്ഥാനം വിഹിതമായിട്ട് കൊടുത്തു നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്, കൃത്യമായിട്ട് എണ്ണി കൊടുത്തു. എന്നിട്ട് അങ്ങനെയാണ് പൊന്നും വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ദേശീയപാത വികസനം മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കുഴപ്പമാണല്ലേ? തള്ളുന്നവരോട് ഞങ്ങൾ വ്യക്തമായ കണക്കാണ് പറയുന്നത്, ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. തർക്കിക്കും. തള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. 1404 കോടി രൂപയുടെ മാഹാത്മ്യമായിട്ട് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ, ഏതാണ്ട് ദാനം തന്നതുപോലെ. ഇത് ദാനമൊന്നുമല്ല, ഇതൊക്കെ അവകാശമാണ്. അവകാശത്തിന്റെ ഒരു 0.1% പോലും തന്നിട്ടില്ല കിട്ടേണ്ടതിന്റെ പൈസ. ഈ നില തുടർന്നാൽ പിണറായി സർക്കാരിന്റെ 2ാം ടൈം പൂർത്തിയാക്കുമ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന വരുമാന നഷ്ടം 3 ലക്ഷം കോടി രൂപയാവും. ഇപ്പൊ പറയുന്ന ഈ 1,07,500 കോടി രൂപയിൽ നിന്ന് ഇത് 3 ലക്ഷം കോടി രൂപയിലെത്തും. അതാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്ക്. 3 ലക്ഷം കോടി രൂപ ചെറിയ തുകയാണ്. ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാന നഷ്ടമാണ് കേന്ദ്രം മൂലം. എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, ഈ സാമ്പത്തിക വളർച്ച കേരളത്തിൽ ഉണ്ടാവുന്നത്, അത് കിഫ്ബി കൊണ്ടുവന്നത് കൊണ്ടും അതുപോലെ വരുമാനം കൂട്ടിയത് കൊണ്ടും GDP വളർച്ച ഉണ്ടായതുകൊണ്ടും ഒക്കെയാണ്. ഇത് സാമ്പത്തികമാണ് ഈ പറയുന്നത്, കണക്കുകളാണ് പറയുന്നത്. തള്ളുന്നവരോട് വീണ്ടും പറയുന്നു, ഇനിയും തള്ളാൻ വരും, ബാക്കി മറുപടി ഞങ്ങൾ പറയാൻ തയ്യാറാണ്.